ബയോട്ട്-സവാർട്ട് ലോ. നമ്മൾ പഠിച്ചു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് ഓർസ്റ്റഡ് കണ്ടെത്തിയ കാര്യം പഠിച്ചു. അപ്പോൾ ഈ കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻ കണ്ടുപിടിച്ചത് ബയോട്ട് ആൻഡ് സവാർട്ട് ആണ്. ആ ലോ ആണ് ബയോട്ട്-സവാർട്ട് ലോ. Magnetic field due to a current element. The law states that magnetic field due to a small element of a current carrying conductor is directly proportional to the current I, the length of the element dl, sine of angle between dl and r, and inversely proportional to the square of distance r. ഇപ്പോൾ ഈ ലോയിൽ പറയുന്ന ഇതാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന XY എന്ന് പറയുന്നത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിലെ തന്നെ ഒരു ചെറിയ പീസാണ് dl ലെങ്ത് ഉള്ള ഒരു ചെറിയ പോർഷൻ. അതിനെയാണ് ഇവിടെ എലമെന്റ് ഓഫ് കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. ഇതിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് ആണ് P. പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് 4 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് കറണ്ട് I. അതാണ് ഇവിടെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. മുകളിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ കറണ്ടിന് പ്രൊപ്പോർഷണൽ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് dB. ചെറിയ എലമെന്റ് ആയതുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡിന് dB എന്ന് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഫാക്ടർ ആണ് dl, ഈ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ഇവിടെയുള്ള ചെറിയ എലമെന്റ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ആ എലമെന്റിന്റെ ലെങ്ത് dl-ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി ഈ എലമെന്റും ഈ ഡിസ്റ്റൻസ് വെക്ടർ r-ഉം തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ this dB is directly proportional to sin theta. സൈൻ തീറ്റയ്ക്ക് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ 3 കാര്യങ്ങൾക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. കറണ്ടിന്, ലെങ്ത് dl-ന്, സൈൻ ഓഫ് ദി ആംഗിൾ തീറ്റയ്ക്ക്. ഇനി ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡിസ്റ്റൻസിന് ഡയറക്റ്റ് വെറുതെ അല്ല, സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസിനാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ ഈ 4 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് dB proportional to I, dB proportional to dl, dB proportional to sin theta, and dB proportional to 1/r². അത് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ഇക്വേഷൻ ആക്കിയിരിക്കുന്നതാണ് ഇത്. dB is equal to a constant into ideal sin theta by r². Here constant is μ0/4π. Its value is 4π into 10⁻⁻⁷ Tm/A. T എന്ന് പറഞ്ഞാൽ ടെസ്ല, m മീറ്റർ, അതുപോലെ A ആംപിയർ. അപ്പൊ μ0/4π എന്ന് പറയുന്നത് ഈ μ0യുടെ വാല്യൂ ഇതാണ്. അതിനെ 4π കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10⁻⁷ ടെസ്ല മീറ്റർ പെർ ആംപിയറിന് കിട്ടും. ഇതാണ് ബയോട്ട്-സവാർട്ട് ലോ. ഇനി ഇതാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു ഇൻഡു മാർക്ക് കൊടുത്തിരിക്കുകയാണ്. കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഒരു വെക്ടർ ആണ്. അപ്പൊ കറണ്ട് ഈ പറഞ്ഞ കണക്ക് അപ്വേർഡ് ഡയറക്ഷനിലാണെങ്കിൽ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഈ r എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസിനും ഈ dl-നും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അപ്പം ഇൻഡു ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ ടു ദി പേപ്പർ ആണ്. ഇൻ വെക്ടർ ഫോം ബയോട്ട്-സവാർട്ട് ലോ ക്യാൻ ബി റിട്ടൺ ആസ് dB is equal to μ0/4π I dl cross r/r³. അപ്പൊ ഇവിടെ dl ക്രോസ് r ആണ് വരുന്നത്. അപ്പൊ അതിന് രണ്ടിനും dl-നും r-നും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് കാണുന്നത്. കമ്പാരിസൺ ബിറ്റ്വീൻ കൂളോംസ് ലോ ആൻഡ് ബയോട്ട്-സവാർട്ട് ലോ. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ആദ്യം നമ്മൾ പഠിക്കുന്ന ലോ ആണ് കൂളോംസ് ലോ. അവിടെ ഇലക്ട്രിക് ഫീൽഡും അതിന്റെ സോഴ്സായ ചാർജും തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. കൂളോംസ് ലോയുടെ ഇക്വേഷൻ F is equal to 1/4πε0 Q1 Q2/r² ആണ്. അതിന് സിമിലർ ആണ് ഇവിടെ ബയോട്ട്-സവാർട്ട് ലോ. മാഗ്നറ്റിക് ഫീൽഡ് dB is equal to μ0/4π I dl sin theta by r². ബോത്ത് ആർ ലോങ് റേഞ്ച്, ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളാണ്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അപ്ലൈസ് ടു ബോത്ത് ഫീൽഡ്. Third one, electrostatic field is produced by a scalar source, that is electric charge. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചാർജ് മൂലമാണ്. അതേസമയം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ വെക്ടർ സോഴ്സ്, ദാറ്റ് ഈസ് കറണ്ട് എലമെന്റ് IDL. അപ്പോൾ കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് വെക്ടർ സോഴ്സ് ആണ്, IDL ആണ്. അതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സോഴ്സ് ആയിട്ട് വരുന്നത്. Fourth one, electrostatic field is along the displacement vector joining the source and the field point. അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു വെക്ടർ ഫീൽഡിന്റെ ഡയറക്ഷനിലായിരിക്കും.
അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ ഡയറക്ഷനിലായിരിക്കും. അതേസമയം മാഗ്നറ്റിക് ഫീൽഡ് അതിന് പെർപെൻഡിക്കുലർ ആണ്. നമ്മൾ കണ്ടു ഇൻടു ദി പേപ്പർ എന്നാണ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത്. അപ്പം വെക്ടർ ഡിസ്റ്റൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. ഇലക്ട്രിക് ഫീൽഡ് സെയിം ഡയറക്ഷനിലാണ്. Magnetic field is perpendicular to the plane containing displacement vector r and current element IdL. Fifth one, there is an angle dependence in Biot-Savart law which is not present in the electrostatic case. ഇവിടെ രണ്ടിടത്തും ആർ സ്ക്വയർ ഒക്കെ ഉണ്ട്, അതേസമയം ഇവിടെ സൈൻ തീറ്റ ഉണ്ട്. അങ്ങനെ ഒരു ആംഗിൾ ടേം ഇപ്പുറത്തെ സൈഡിലില്ല. ഇത്രയാണ് കൂളോംസ് ലോയും ബയോട്ട്-സവാർട്ട് ലോയും തമ്മിലുള്ള സിമിലാരിറ്റിയും അതുപോലെ ഡിസിമിലാരിറ്റീസും. മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദി ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ട് ലൂപ്പ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷനാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം എക്സാമിന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനുമാണ് ഇത്. ഇത് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 5 മാർക്കിനൊക്കെ ഇത് പ്രതീക്ഷിക്കാം. അപ്പം നന്നായിട്ട് ഇത് എഴുതി പഠിക്കണം, കാരണം വലിയൊരു ഡെറിവേഷനാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഹെഡിങ്ങിൽ തന്നെയുണ്ട്. ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും: ഡിറൈവ് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദി ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ട് ലൂപ്പ്. അപ്പോൾ ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് കറണ്ട് കടന്നു പോകുന്ന ഒരു സർക്കുലർ കറണ്ട് ലൂപ്പാണ്. അപ്പോൾ അത് ഒറ്റ ഒരു വയർ ആയിരിക്കത്തില്ല, ഒന്നിലധികം വയറുകൾ 100ഉം 200ഉം എണ്ണം ഇതുപോലെ ചുറ്റി വയ്ക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഒറ്റ ഒരു കറണ്ട് ലൂപ്പ് എടുക്കുന്നു. അതിൻ്റെ ആക്സിസ്, ഇതാണ് അതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത്. ഈ ആക്സിസിലുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് യൂസിങ് ഏത് ലോ ആണ്? ബയോട്ട്-സവാർട്ട് ലോ. അപ്പോൾ ഇവിടെ ആദ്യമേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ അതിൻ്റെ പടം വൃത്തിയായിട്ട് വരയ്ക്കണം. അപ്പോൾ സർക്കുലർ കറണ്ട് ലൂപ്പ് നമ്മൾ എടുത്തു. അതുപോലെ കറണ്ട് അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന നമ്മളൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത് തിക്കായിട്ടാണ് ഞാൻ ലൂപ്പ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കറണ്ട് എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. ഞാൻ ഐ എന്ന് മാർക്ക് ചെയ്തു, കറണ്ട് ഐ. പിന്നെ ഇതിൻ്റെ റേഡിയസ്, ഈ സർക്കുലർ കറണ്ട് ലൂപ്പിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. ക്യാപിറ്റൽ ആർ മാർക്ക് ചെയ്യുന്നു. അതുപോലെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ട പോയിന്റ് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്മാൾ എക്സ് അകലത്തിലുള്ള പോയിന്റാണ് പി. അതിന് വേണ്ടി നമ്മൾ ഇവിടെ മുകളിൽ കാണിച്ചിരിക്കുന്ന ചെറിയ ഒരു എ എന്ന് പറയുന്ന പോയിന്റിലുള്ള ചെറിയൊരു എലമെന്റ് ഡി എൽ കൺസിഡർ ചെയ്യുന്നു. ഈ ഡി എൽ എലമെന്റും പി എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള അകലം സ്മാൾ ആർ ആണ്. സ്മാൾ ആർ അകലത്തിലുള്ള പോയിന്റ് ആണ് എ. അപ്പോൾ അവിടെ ബയോട്ട്-സവാർട്ട്സ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. എന്താണ് ബയോട്ട്-സവാർട്ട്സ് ലോ? ഡി ബി ഈക്വൽ ടു μ0/4π I dl sin theta by r square അല്ലേ? അപ്പോൾ സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ പക്ഷെ തീറ്റ 90 ഡിഗ്രി ആണ്. ഹിയർ തീറ്റ ഈസ് 90 ഡിഗ്രി. അപ്പം നമുക്ക് ഡി ബി എങ്ങനെ എഴുതാം? സൈൻ 91 ആണല്ലോ. ഹിയർ ഡി ബി ഈക്വൽ ടു μ0/4π I dl സൈൻ തീറ്റ 1 ആയിട്ട് പോയി IdL/r². ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? നമുക്കറിയാമല്ലോ, ഡി എൽ ക്രോസ് ആർ എന്നാണ് നമ്മൾ വെക്ടർ ഫോമിൽ ഡി ബി ലാസ്റ്റ് എഴുതിയത്. അപ്പോൾ ഡി എല്ലിനും ആറിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡി ബിയുടെ ഡയറക്ഷൻ ഞാൻ എന്താണ്ട് ആറിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് ഇതാണ്ട് ഈ ആംഗിൾ തീറ്റ ആയിട്ട് എടുക്കാം. അങ്ങനെയാണ് ഡി ബിയെ നമ്മൾ റിസോൾവ് ചെയ്യുകയാണ്. ആംഗിൾ തീറ്റ ആകുമ്പോൾ ഈ ആംഗിൾ തീറ്റ വരും. അപ്പോൾ ഡി ബിയെ ഇങ്ങോട്ട് റിസോൾവ് ചെയ്യുന്നു, ഡി ബി കോസ് തീറ്റ. ഈ ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യുന്നു, ഡി ബി സൈൻ തീറ്റ. ഇനി ഇതുപോലെ തന്നെ എക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ബി എടുക്കുന്നു. ബിയിലും ഇതുപോലൊരു ചെറിയ എലമെന്റ് ഡി എൽ എടുക്കുകയാണെങ്കിൽ സിമിലർ ആയിട്ട് ഇതേപോലെ ആറ് അകലത്തിലാണ് നിൽക്കുന്നത്. അവിടെയും മാഗ്നറ്റിക് ഫീൽഡ് വരും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈ പറഞ്ഞ പോലെ ഈ ആർന്നുള്ള ഈ ഒരു വെക്ടറിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും ഡി ബി. അതിനെയും നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം, ഡി ബി കോസ് തീറ്റയും ഡി ബി സൈൻ തീറ്റയും. അപ്പൊ ഡി ബി കോസ് തീറ്റ ഇവിടെ താഴേക്ക് വരും. ഇത് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, രണ്ട് ക്യാൻസൽ ആയി പോകും.
അപ്പോൾ ഈ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് എലമെന്റ് എടുക്കുമ്പോൾ നമുക്ക് ആ രണ്ടു പേരുടെ ഒരു ഡി ബി സൈൻ തീറ്റ അവിടെ വരും. അങ്ങനെയാണെങ്കിൽ ഈ കറണ്ട് ലൂപ്പിനെ നമുക്ക് ഇതുപോലെ കുറെ ഡി എൽ ലെങ്ത് ഉള്ള കുറെ പീസുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓരോന്നും ഇതുപോലെ ഓപ്പോസിറ്റ് പെയറുകൾ എടുത്തു കഴിയുമ്പോൾ അവിടെ എല്ലാം ഡി ബി കോസ് തീറ്റ ക്യാൻസൽ ആയിപ്പോകും. പകരം ഓരോ ഇതിൻ്റെയും ഡി ബി സൈൻ തീറ്റ മാത്രം അവിടെ അവശേഷിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കറണ്ട് ലൂപ്പ് മൂലമുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി എന്ന് പറയുന്നത് എന്താണ്? ഈ ഓരോ എലമെന്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡി വി സൈൻ തീറ്റ എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് കറണ്ട് ലൂപ്പ് ബി ഇസ് ഇക്വൽ ടു നമുക്ക് എങ്ങനെ കാണാം? ഇന്റഗ്രൽ ഡി ബി സൈൻ തീറ്റ. അപ്പം അതെങ്ങനെ വന്നെന്ന് മനസ്സിലായല്ലോ. ഒരു എലമെന്റ് എടുത്തു, അതിൻ്റെ ഡി ബി എടുത്തു, അതിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്തു. അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു എലമെന്റ് എടുത്തു, അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എടുത്തു, അതിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്തു. അപ്പം നമുക്ക് മനസ്സിലായി ഡി ബി കോസ് തീറ്റ രണ്ട് കമ്പോണന്റുകളും ക്യാൻസൽ ആവുകയും ഡി ബി സൈൻ തീറ്റ അവിടെ അവശേഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഈ എലമെന്റിനെ പല ഡി എൽ ലെങ്ത് ഉള്ള കണ്ടക്ടറുകളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോരുത്തരും ഡി ബി സൈൻ തീറ്റയാണ് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇന്റഗ്രൽ ഡി ബി സൈൻ തീറ്റ. ഇനി ഞാൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. is equal to integral dB എന്താണ്? μ0/4π I dl by r square sin theta. ഇനി ഇവിടെ നമുക്ക് കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫിഗറിനകത്ത് കണ്ടോ, നമ്മുടെ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്ന് സൈൻ തീറ്റ എന്ത് വരും? സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ക്യാപിറ്റൽ ആർ ആണ്, ഹൈപ്പോട്ടന്യൂസ് സ്മാൾ ആർ ആണ്. അപ്പോൾ സൈൻ തീറ്റ വേണമെങ്കിൽ ആദ്യമേ പടം വരയ്ക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഒന്ന് എഴുതിയിട്ടോണം. ക്യാപിറ്റൽ ആർ ബൈ സ്മാൾ ആർ. അതുപോലെ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് ഇവിടെ ഡി എൽ എന്ന് പറയുന്നത് ഈ ഒരു സർക്കുലർ ലൂപ്പിനെ ഓരോ ചെറിയ പീസുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ആ ഓരോ പീസുകളും ചേർത്ത് വെക്കുമ്പോൾ ടോട്ടൽ ലെങ്ത്. അതെന്ന് വെച്ചാൽ ആ സർക്കുലർ ലൂപ്പിന്റെ പെരിമീറ്റർ ആണല്ലോ. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഡി എൽ ഈക്വൽസ് 2πr. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് വാല്യൂസും ആവശ്യമായിട്ട് വരും. അതായത് ആദ്യം ഞാൻ കോൺസ്റ്റൻസ് എല്ലാം ഇന്റഗ്രേഷന് പുറത്തെടുക്കുന്നു. μ0/4π I by r square sin theta ഇന്റഗ്രൽ ഡി എൽ. ഇന്റഗ്രൽ ഡി എല്ലിന്റെ സ്ഥാനത്ത് ഞാൻ 2πr കൊടുക്കും, സൈൻ തീറ്റയുടെ സ്ഥാനത്ത് ആ വാല്യൂ കൊടുക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു μ0/4π I by r square ക്യാപിറ്റൽ R by സ്മാൾ r into 2πr. ഇവിടെ 2πയും ഈ 4πയും ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു 2 വരും. ആർ സ്ക്വയറും ആറൂടെ വരുമ്പോൾ ആർ ക്യൂബ് വരും. ഇവിടെ അതുപോലെ രണ്ട് ക്യാപിറ്റൽ ആർ രണ്ടെണ്ണം ഉണ്ട്, അപ്പോൾ അത് ക്യാപിറ്റൽ ആർ സ്ക്വയർ വരും. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് is equal to μ0/4π I ക്യാപിറ്റൽ ആർ സ്ക്വയർ ബൈ 4π നമ്മൾ ക്യാൻസൽ ചെയ്തില്ലേ, 4π വരുന്നില്ലല്ലോ. അപ്പോൾ അവിടെ വരുന്ന μ0/2 I r സ്ക്വയർ ബൈ സ്മാൾ ആർ ക്യൂബ്. ഇനി ഇവിടെ നമുക്ക് സ്മാൾ ആറിന്റെ വാല്യൂ അറിയാം. സ്മാൾ ആർ എന്ന് വെച്ചതാണ്ട് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. സ്മാൾ ആർ ഈക്വൽസ് ക്യാപിറ്റൽ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 ആണ് സ്മാൾ ആർ എന്ന് പറയുന്നത്. അപ്പോൾ അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് μ0 I r സ്ക്വയർ ബൈ 2 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. ഇവിടെ അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ഇത് രണ്ടും ഞാൻ പ്രത്യേകം ഇങ്ങനെ മാറ്റിയിടാം. അപ്പം നമ്മുടെ ലാസ്റ്റ് ആൻസർ വരുന്നത് ബി ഇസ് ഇക്വൽ ടു μ0 I r സ്ക്വയർ ബൈ 2 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. ഇവിടെ n ടേൺസ് ഉണ്ടെന്ന് കരുതുക.
ഇപ്പോൾ ഒറ്റ ഒരു റിങ് മാത്രമേ ഉള്ളെങ്കിലാണ് ഈക്വേഷൻ വരുന്നത്. അങ്ങനെ 100 പ്രാവശ്യമാണ് നമ്മൾ അവിടെ വയർ ചുറ്റിയിരിക്കുന്നെങ്കിൽ ആ എണ്ണം കൂടെ ഇവിടെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് B is equal to mu 0 NIR square divided by 2 into R square plus X square the whole raised to 3/2. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇത് എപ്പോഴും കാണാതെ പഠിച്ചു വെച്ചേക്കണം. കാരണം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വന്നാൽ പോലും ഈ ഫൈനൽ ആൻസർ മറക്കാതെ എഴുതി വേണം നിർത്താൻ. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ട് ലൂപ്പ്. ഇനി ഇതിൻ്റെ സ്പെഷ്യൽ സിറ്റുവേഷൻ ഉണ്ട്, അതുകൂടെ കൂട്ടത്തിൽ തന്നെ അങ്ങ് പറയാം. അതായത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ലൂപ്പ്. സാധാരണ എളുപ്പമുള്ള പ്രോബ്ലം ഒക്കെ ഇതിനകത്ത് വരത്തുള്ളൂ. അപ്പോൾ സെൻറ്റർ ഓഫ് ദി ലൂപ്പിൽ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് സെൻട്രൽ ദണ്ട് അറ്റ് ദി സെൻറ്റർ ഈ ഓയിലാണ്. ഓയിൽ എന്ന് വെച്ചാൽ പി എന്ന് പറയുന്നത് ഈ പോയിന്റിൽ എത്രയാണെന്നാണ്. അപ്പോൾ എക്സ് അവിടെ 0 ആണ്. അപ്പോൾ അറ്റ് ദി സെൻറ്ററിൽ അറ്റ് ഒ, ഇവിടെ സെൻറ്റർ എന്ന് പറയുന്നത് ഒ ആണല്ലോ. അപ്പോൾ അറ്റ് ഒ എക്സ് ഈക്വൽസ് 0. അപ്പോൾ ഇക്വേഷനിൽ എക്സ് 0 ആക്കണം. എക്സ് 0 ആക്കുമ്പം നമുക്ക് എങ്ങനെ എഴുതാം? ബി ഇസ് ഇക്വൽ ടു മ്യൂ 0 ഐ ആർ സ്ക്വയർ ബൈ 2r ക്യൂബ്. അപ്പോൾ ഈ ആർ സ്ക്വയർ ആർ ക്യൂബ് കൂടെ ക്യാൻസൽ ആകുമ്പം ഫൈനൽ ആൻസർ, ഇനി നമുക്ക് സെൻറ്റർ ആയതുകൊണ്ട് ബി 0 എന്ന് കൊടുക്കാം. മ്യൂ 0 ഐ ബൈ 2r. ഇനി n ടേൺസ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ എന്നോട് കൊടുക്കണം. അപ്പം ഇതാണ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ലൂപ്പ്. അതാണ് സാധാരണ പ്രോബ്ലത്തിലൊക്കെ കൂടുതലായിട്ട് വരുന്ന ഈ ഇക്വേഷൻ ആണ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു വെച്ചോണം. അറ്റ് ദി സെൻറ്റർ ഓഫ് ദി സർക്കുലർ കറണ്ട് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് മ്യൂ 0 ni ബൈ 2r. അപ്പോൾ ഈ രണ്ടാണ് ഈ ബോക്സിൽ കളർഡ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. അത് പ്രോബ്ലം ആയിട്ടും ഡെറിവേഷനും ഒക്കെ വരുന്ന 5 മാർക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷനാണ് ഇത്. റൈറ്റ് ഹാൻഡ് റൂൾ. There exists a simple rule to determine the direction of the magnetic field due to a long wire called the right hand rule. ഇപ്പോൾ കറണ്ട് ക്യാരിങ് ആയിട്ടുള്ള വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വയറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു സിമ്പിൾ റൂളാണ് റൈറ്റ് ഹാൻഡ് റൂൾ. ഈ റൂൾ അനുസരിച്ച് ദേ പടം നോക്കിക്കേ. നമ്മുടെ വലത് കയ്യിൽ നമ്മൾ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടോ? ആ കണ്ടക്ടറിന് പാരലായിട്ട് നമ്മുടെ തമ്പ് പിടിച്ചിരിക്കുന്നു. ഇത് ഡയറക്ഷൻ ഓഫ് കറണ്ടിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത് മുകളിലേക്കാണ്, തമ്പ് മുകളിലേക്ക് ഇരിക്കുന്നു. അപ്പോൾ കറണ്ട് പോകുന്നത് മുകളിലേക്കുള്ള ഡയറക്ഷനിലാണ്. അങ്ങനെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഫിംഗേഴ്സ് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിന് ചുറ്റുമായിട്ട് എന്താണ് റൗണ്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഡയറക്ഷൻ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇവിടെ നിന്ന് കറങ്ങി മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോകും. ഇനി തിരിച്ച് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് കറണ്ട് കടന്നു പോകുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ വേണം റൈറ്റ് ഹാൻഡ് പിടിക്കാൻ. അപ്പം തമ്പ് കണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. അപ്പം നമ്മുടെ ഫിംഗേഴ്സ് ചുറ്റിയിരിക്കുന്നത് ദാണ്ട് ഇങ്ങനെയാണ്. ആ ഡയറക്ഷൻ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റേത്. ഇതാണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വലത് കയ്യിലൊന്ന് ഇമാജിൻ ചെയ്ത് കണ്ടക്ടർ പിടിച്ചിരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ റൂൾ ഒന്ന് വായിക്കാം. ഗ്രാസ്പ് ദി വയർ ഇൻ യുവർ റൈറ്റ് ഹാൻഡ് വിത്ത് യുവർ എക്സ്റ്റെൻഡഡ് തമ്പ് പോയിന്റിംഗ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. യുവർ ഫിംഗേഴ്സ് വിൽ കേൾ അറൗണ്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഫിംഗേഴ്സ് ചുറ്റിയിരിക്കുന്നതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇതാണ് റൈറ്റ് ഹാൻഡ് റൂൾ. ആംബിയേഴ്സ് സർക്യൂട്ട് ലോ ഈ യൂണിറ്റിലെ പ്രധാനപ്പെട്ട മറ്റൊരു ലോ ആണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ബയോട്ട്-സവാർട്സ് ലോയുടെ മറ്റൊരു ഫോമാണ്. ഇപ്പോൾ കൂളോംസ് ലോയുടെ മറ്റൊരു ഫോമാണ് ഗോസസ് തിയറം എന്ന് പറയുന്നത്. ബയോട്ട്-സവാർട്സ് ലോയുടെ മറ്റൊരു ഫോമാണ് ആംബിയേഴ്സ് സർക്യൂട്ട് ലോ. ഇതിൽ പറയുന്ന ഇതാണ്: The law states that the line integral of magnetic field over a closed loop is equal to mu 0 times the total current passing through the surface. അതായത് ഒരു ക്ലോസ്ഡ് ലൂപ്പാണ്, അതിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എത്ര കറണ്ട് ആണോ ആ ക്ലോസ്ഡ് ലൂപ്പ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത്
ആ കറണ്ടിനെ μ0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ ഈ ലോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷനാണ് മസ്റ്റായിട്ട് നമ്മൾ എഴുതേണ്ടത്. അതുകൊണ്ട് ഇക്വേഷൻ കാണാതെ പഠിച്ചിരിക്കണം. ലോ ചോദിച്ചാൽ ഇക്വേഷൻ എഴുതിയാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. ദാറ്റ് ഈസ് ഇന്റഗ്രൽ, ക്ലോസ്ഡ് ഇന്റഗ്രൽ ആണ്. ഇന്റഗ്രൽ B dot dl equals μ0. അപ്പോൾ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് ഇസ് ഈക്വൽ ടു μ0 ടൈംസ് കറന്റ് എൻക്ലോസ്ഡ് ബൈ ദി പാത്ത്. അപ്പോൾ അവിടെ ക്ലോസ്ഡ് ലൂപ്പിനെ നമ്മൾ ആംപീരിയൻ ലൂപ്പ് എന്നാണ് വിളിക്കുന്നത്. Ampere's circuital law states that the line integral of magnetic field over a closed loop is equal to μ0 times the total current passing through the surface. Applications of Ampere's circuital law. അപ്പോൾ ആംപിയർ സർക്യൂട്ടൽ ലോയുടെ ആപ്ലിക്കേഷൻസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് 3 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിറൈവ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് ഇൻഫിനിറ്റ് കറന്റ് ക്യാരിങ് വയർ. ഒരു കറണ്ട് ക്യാരിങ് വയർ അതിന് ചുറ്റും ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഡിറൈവ് ചെയ്യുക. അതാണ് ആദ്യത്തെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫിഗറിൽ കറണ്ട് ഐ കറണ്ട് കടന്നു പോകുന്ന ഒരു വയറാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് ഐ മുകളിലേക്ക് പോവുകയാണ്. ഇനി ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ നിന്ന് R അകലത്തിലുള്ള സ്മാൾ ലെറ്റർ R അകലത്തിലുള്ള പോയിന്റ് ആണ് P. അപ്പോൾ Pയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആംപിയർ സർക്യൂട്ടൽ ലോ അപ്ലൈ ചെയ്യണം. അതുകൊണ്ട് R റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കുലാർ ലൂപ്പ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. R റേഡിയസ് ഉള്ള ഒരു സർക്കിൾ അല്ലെങ്കിൽ ആംപീരിയൻ ലൂപ്പ് വിച്ച് ഈസ് എൻക്ലോസിങ് ദിസ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വരയ്ക്കണം. അപ്പോൾ കറണ്ട് ഇവിടെ അപ്വേർഡ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. R അകലത്തിലുള്ള പോയിന്റ് ആണ് P. വി ഹാവ് ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് P. സോ ഇമാജിൻ ആൻ ആംപീരിയൻ സർക്കുലർ ലൂപ്പ് ഓഫ് റേഡിയസ് R. ഇനി നമുക്ക് നേരെ ആംപിയർ സർക്യൂട്ടൽ ലോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എന്താണ് ആംപിയർ സർക്യൂട്ടൽ ലോയുടെ ഇക്വേഷൻ? ക്ലോസ്ഡ് ഇന്റഗ്രൽ B dot dl equals μ0 I. അപ്പോൾ ഇവിടെ ഈ സർക്കുലാർ ലൂപ്പിലേക്ക് ഈ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ dl എന്ന് പറയുന്നത് ഈ സർക്കുലാർ ലൂപ്പിനെ പല പല ഭാഗങ്ങളായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഓരോ ഭാഗത്തും വരുന്നതാണ്. അപ്പം നമ്മൾ ടോട്ടൽ ഈ സർക്കുലാർ ലൂപ്പിലേക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ബി എന്ന് പറയുന്ന എല്ലാം ഈ സർക്കുലാർ ലൂപ്പിന്റെ എല്ലാ പോയിന്റുകളിലും ബി കോൺസ്റ്റന്റ് ആണ്. അപ്പം ബി എന്ന് പറയുന്നത് ഇന്റഗ്രലിൽ നിന്ന് പുറത്തെടുക്കുന്നു. ദെൻ ക്ലോസ്ഡ് ഇന്റഗ്രൽ dl ഈക്വൽസ് μ0 I. ഇനി ഇന്റഗ്രൽ dl എന്ന് പറയുന്നത് ഈ ഫുൾ ലൂപ്പിന്റെ പെരിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 2πr. അപ്പോൾ b ഇൻറ്റു 2πr ഈക്വൽസ് μ0 I. So magnetic field at P is B equals μ0 I by 2πr. ഇതാണ് magnetic field at P due to this current carrying conductor. B is equal to μ0 I by 2πr. ഇനി ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ വെച്ച് നമുക്കിത് ഡിറ്റർമിൻ ചെയ്യാം. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് dB ബി ഈ ഡയറക്ഷനിൽ സർക്കുലാർ ലൂപ്പിന്റെ ഓരോ പോയിന്റിലും ഇങ്ങനെ ആക്ട് ചെയ്യും. ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ എടുക്കേണ്ടത് ഓരോ പോയിന്റിലും. ഇതാണ് ഒന്നാമത്തെ ആംപിയർ സർക്യൂട്ടൽ ലോയുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് ഇൻഫിനിറ്റ് കറന്റ് ക്യാരിയിങ് വയർ.